ഹായ് ഫ്രണ്ട്സ്, നോഡ് ജെഎസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോഡ് ജെഎസിലെ ഒരു സ്ട്രീമിങ്ങിനെ പറ്റിയാണ്. നമുക്ക് ആദ്യം എന്താണ് സ്ട്രീമിംഗ് എന്ന് നോക്കാം. അതിന് മുന്നേ ഒരു ബേസിക് എക്സാമ്പിൾ വെച്ച് തുടങ്ങും. നിങ്ങൾക്കൊരു വീട് പണിയുണ്ട്. ആ വീട് പണിയായിട്ട് കുറച്ച് മണൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ കുറച്ച് മണലോടെ കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരെ ഒരു 10 സിമെൻറ്റിൻ്റെ ബാഗും ഉണ്ട്. അപ്പോൾ ഇത് അടുത്തല്ല. അപ്പോൾ ഇതെന്തായാലും സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഈ സിമെൻറ്റ് ബാഗ്സിനൊക്കെ മണലിൻ്റെ അടുത്ത് കൊടുന്നേ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 5 കാരിയേഴ്സ് അവിടെ സിമെൻറ്റ് ബാഗ്സിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വഴിയുള്ളത് അവർ ഒരു കാരിയറിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഒന്ന് 2 സിമെൻറ്റ് ബാഗ്സ് ആണ്. ഒന്നുകിൽ ഒരു കാരിയറിൽ തന്നെ 10 സിമെൻറ്റ് ബാഗും കൂടെ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഒറ്റ കാരിയറിൽ പിടിച്ച് ഇങ്ങോട്ട് മണലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഈ 10 സിമെൻറ്റ് ബാഗും കൂടെ ലോഡ് ചെയ്യണം. ആദ്യം ഈ കാരിയറിലോട്ട് ലോഡ് ചെയ്യണം. കാരിയറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2 സിമെൻറ്റ് ബാഗൊക്കെ കൊള്ളാവും. പക്ഷെ അതിന് പകരം നിങ്ങൾ 10 സിമെൻറ്റ് ബാഗും കുത്തി കയറ്റി മൊത്തത്തിൽ ലോഡ് ചെയ്തു. അപ്പോൾ ലോഡ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ടൈം കൺസപ്ഷനും ലോഡ് ചെയ്യാൻ നിങ്ങൾ കുറേ ടൈം എടുക്കും. ഒരു സിമെൻറ്റ് ബാഗ് ലോഡ് ചെയ്തു, പിന്നെ അങ്ങനെ 10 സിമെൻറ്റ് ബാഗും ലോഡ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ അവിടെ എത്തി, മണലിൻ്റെ സൈഡിലെത്തി. എന്നിട്ട് അത് ഡംപ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും. കാരണം ഓരോ സിമെൻറ്റ് ബാഗായിട്ട് അൺലോഡ് ചെയ്യണം. ഇനി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സെൻറ്ററിൽ എത്തിയിട്ട് എങ്ങാനും കരിയർ ബ്രേക്കായിട്ട് മറിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ടൈം കൺസ്യൂം ചെയ്ത പ്രോസസ്സാണ്. പിന്നെ മാത്രമല്ല, ഈ സിമെൻറ്റ് മൊത്തത്തിൽ കിട്ടിയാലല്ലേ മണലായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വർക്കർ വെറുതെ ഇരിക്കും. ഓക്കെ, മൊത്തം സിമെൻറ്റ് ബാഗ് കിട്ടിയിട്ട് വേണം വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ വർക്കർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത്രയും നേരം. ഇനി അടുത്ത ഓപ്ഷൻ വെച്ചാൽ നമുക്ക് 5 കാരിയേഴ്സ് ഉണ്ടല്ലോ, 5 കാരിയേഴ്സിനും 2 സിമെൻറ്റ് ബാഗ് വീതം വെച്ചിട്ട് നമുക്ക് ലോഡ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ടൈം ഭയങ്കര റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കാരിയറിൽ 2 സിമെൻറ്റ് ബാഗ് ലോഡ് ചെയ്യാം, അതിനകത്ത് ടൈം എടുക്കത്തില്ല. 2 സിമെൻറ്റ് ബാഗ് ലോഡ് ചെയ്തു, ആ കാരിയറിനെ മണലിൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് അതിനെ അൺലോഡ് ചെയ്തു. അപ്പോൾ വർക്കറും ഫ്രീ ആകും. കാരണം വർക്കർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, മണലും സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും, മൊത്തം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെയിം കൺസെപ്റ്റാണ് നമ്മൾ സ്ട്രീമിങ്ങിലും ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ മൊത്തം ഡാറ്റയും വെയിറ്റ് ചെയ്യാതെ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റയായിട്ട് നമുക്ക് സെർവർ തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ ഈ ജിയോ ഒന്നും വരാത്ത കാലത്ത് ഈ ആമസോൺ പ്രൈം മ്യൂസിക് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു മ്യൂസിക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ അതിനെ ഡൗൺലോഡ് ചെയ്യണം. സെർവറിന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഇപ്പം നമുക്ക് ആമസോൺ പ്രൈം മ്യൂസിക്, നെറ്റ്ഫ്ലിക്സ് മ്യൂസിക്, സ്പോട്ടിഫൈ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെയ്യുന്ന ഈ സ്ട്രീമിംഗ് ആണ്. കാരണം നമുക്ക് റിയൽ ടൈം നമുക്ക് ഡാറ്റ കിട്ടും. ഇപ്പോൾ ഓരോ സെക്കൻഡിലും നമ്മൾ സ്ട്രീം ചെയ്തിട്ടാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഓരോ സെക്കൻഡിലുള്ള ഡാറ്റ നമുക്ക് ചങ്ക്സ് ആയിട്ടാണ് സെർവർ തരുന്നത്. അതിൽ ഒന്നിച്ചുള്ള ഡാറ്റയല്ല തരുന്നത്, ചങ്ക്സ് ആയിട്ട് ഓരോ സെക്കൻഡിലും റിയൽ ടൈമിൽ ഡാറ്റ സെർവർ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനാണ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കിടക്കി കാണുമ്പോൾ ബഫറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡിങ് കാണിക്കും നെറ്റൊന്നിൻ്റെ ടൈമിൽ. ആ ബഫർ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. ഇപ്പം നിങ്ങളിവിടെ കാരിയർ എന്ന് പറഞ്ഞാൽ 2 സിമെൻറ്റ് കൊണ്ടുവരാനുള്ള ഒരു കാരിയറാണ്. ആ കാരിയറാണ് നമ്മുടെ ഇവിടുത്തെ ബഫർ എന്ന് പറഞ്ഞ സാധനം. ബഫറിലോട്ടാണ് നമ്മൾ ഡാറ്റ കയറ്റി വെക്കുന്നത്. ആ ബഫറാണ് നമ്മൾ സ്ട്രീമിങ്ങിലൂടെ നമുക്ക് ക്ലയൻറ്റിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബഫറിൻ്റെ ജോലിയും കാരിയറിൻ്റെ ജോലിയും സെയിം ആണ്. ഇനി നമുക്ക് കോഡിൽ പോകാം. ഇപ്പോൾ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റാണ്. ആ സ്ട്രീമിൽ ഡാറ്റാസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യാനുസരണം ഡാറ്റാസ് തരും സെർവറിൽ. ഓക്കെ, പക്ഷേ ഫുൾ ഡാറ്റ കിട്ടത്തില്ല, ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. റിയൽ ടൈം ഡാറ്റ ആക്സസ് ആണ് സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി കോഡിലോട്ട് പോകാം. അതിന് സ്ട്രീമിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഫയൽ സിസ്റ്റം മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഫയൽ സിസ്റ്റം മൊഡ്യൂളിലെ ഒരു പാർട്ടാണ് ഈ സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേർ റീഡബിൾ സ്ട്രീം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് മുന്നേ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഒരു input.txt എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ്, ചുമ്മാ ഒരു ഫയൽ. ഞാൻ അതിലൊരു സ്ട്രിങ് കൂടെ എഴുതി, വെൽക്കം ടു IT മാസ്റ്റർ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് ഞാൻ കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് കൊടുത്തു.
ഞാൻ സേവ് ചെയ്തു. ഇനി ഞാൻ സ്ട്രീം ഡോട്ട് ജേസിൽ വന്നു. ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ fs ഡോട്ട് ക്രിയേറ്റ് റീഡ് സ്ട്രീം എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ക്രിയേറ്റ് റീഡ് സ്ട്രീം. ഓക്കെ, ആ ക്രിയേറ്റ് റീഡ് സ്ട്രീമിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണ്. അതായത് എവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇൻപുട്ട് ഡോട്ട് txt എന്ന് പറഞ്ഞാൽ ഫയലാണ് റീഡ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ ഈ ഡയറക്ടറി നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇൻപുട്ട് ഡോട്ട് txt വരെയുള്ള ഇപ്പോൾ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ സെർവർ ഡോട്ട് നോഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഡയറക്ടറി നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെർവർ നോഡിൽ ഇൻപുട്ട് ഡോട്ട് txt, സെർവർ നോഡ് ഇവിടെ കിട്ടി. ഇനി പ്ലസ് / ഇൻപുട്ട് ഡോട്ട് txt എന്ന് പറയുമ്പോൾ നമ്മുടെ ഫയലിൻ്റെ കറക്റ്റ് പാത്ത് നമുക്കിവിടെ കിട്ടും. ഇനി അടുത്ത കാര്യം വേണ്ടത് വെച്ചാൽ നമുക്കൊരു എൻകോഡിങ് ടൈപ്പാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു എൻകോഡിങ് ടൈപ്പ്. അതായത് നമുക്കിപ്പോൾ ഇതെന്തായാലും നമുക്ക് ഈ നമ്മുടെ ഈ ഇതിന് റീഡ് ചെയ്യാൻ പറ്റില്ല, നോട്ടും റീഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ എൻകോഡിങ് ടൈപ്പ്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എൻകോഡിങ് ടൈപ്പ് എന്നാൽ UTF-8 ആണ്. അതായത് ഈ സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് ASCII ആക്കണം. കാരണം ഓരോ സ്ട്രിങ്ങിനും H-നൊക്കെ നമുക്ക് ഓരോ ASCII നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് അല്ല ലെറ്റേഴ്സ്, അതിൻ്റെ കറസ്പോണ്ടിങ് കാര്യങ്ങളുണ്ടാവും. ഇനി അതിനെ നമ്മൾ ബൈനറി ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ UTF-8 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്തൊരു കാൾ ബാക്ക് ഫംഗ്ഷനാണ്. അപ്പം ഇത് നമ്മളിവിടെ ഫയൽ നെയിം കൊടുത്തു, നമ്മൾ കൺവേർട്ടും ചെയ്തു. ഇനി ഈ റീഡബിൾ സ്ട്രീം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇവൻറ്റ്സിനെ നോക്കും. അതായത് ഈ ഇൻസ്റ്റൻസ് ഓഫ് ഇവന്റ് എമിറ്റർ എന്നാണ് പറയുക. കാരണം ഇതിൽ ഓരോ ഇവന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡാറ്റ കിട്ടിയാൽ ഒരു ഇവന്റ് നടക്കും. ഇനി ഡാറ്റ കംപ്ലീറ്റ് ആയാൽ അടുത്തൊരു ഇവന്റ് നടക്കും. ഇനി ഡാറ്റ ഒന്നും കിട്ടിയില്ല, എറർ അടിച്ചാൽ അതിന് അടുത്തൊരു ഇവന്റ് നടക്കും. നമ്മൾ ഓൾറെഡി ഇവന്റ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഇവന്റ് അതിനെ പറ്റിയിട്ട്. നമുക്കപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. റീഡബിൾ സ്ട്രീംസ് ഡോട്ട് ഓൺ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ഇവന്റിനെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഇവന്റ് നടന്നാൽ ആ ഓണിൽ ഇത് വർക്കാവും. ഫസ്റ്റ് ഇവന്റ് ഡാറ്റ ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഡാറ്റ ഈ ഇൻപുട്ട് txt ഇപ്പോൾ ഹേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടിയാൽ അതൊരു ഡാറ്റയാണ്. ഓക്കെ, ആ ഡാറ്റ കിട്ടിയാലാണ് ഈ ഇവന്റ് വർക്കാകത്തുള്ളൂ. ഇനി ഇതൊരു കാൾ ബാക്ക് ഫംഗ്ഷനാണ്. ഈ ഡാറ്റ കിട്ടിയെന്ന് കഴിഞ്ഞ ഉടനെ വർക്കാവുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്, ചങ്ക്സ് ഡാറ്റ. ഞാനിവിടെ ഒരു കൺസോൾ ലോഗ് ചങ്ക്സ് ഡാറ്റ ഡാറ്റ. നമുക്ക് എന്തായാലും നടക്കും നോക്കാം. ഓക്കെ, കണ്ടോ, ചങ്ക്സ് ഡാറ്റ ഹേ ഗൈസ് വെൽക്കം ടു IT മസ്റ്റർ ഹാവ് എ നെക്സ്റ്റ്. അതായത് ഇവിടെ കൊടുത്ത സ്ട്രിങ് നമുക്കിവിടെ റീഡ് ചെയ്ത് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഒരു ചെറിയൊരു സ്ട്രിങ് ആണ്, അതിന് വലിയ പണിയൊന്നുമില്ല. ആ ചെറിയ സ്ട്രിങ് നമുക്ക് ഇവിടെ സ്ട്രീമിങ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, സാധാരണ റീഡ് ചെയ്താലും മതി. പക്ഷേ നമ്മൾ കേസ് വരാണ്, നമ്മളൊരു കംപ്ലീറ്റ് വലിയൊരു ഇൻപുട്ട് ഫയലിനാണ് റീഡ് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ നോക്കാം. ഞാൻ കോപ്പി ചെയ്തു ഇൻപുട്ട് ഫയലിൽ. ഒരു 10,000 ലൈൻ ഓഫ് ഉള്ളൊരു ഫയലാണ് ഇപ്പോൾ അത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സിമെൻറ്റ് ഇപ്പോൾ ഒരു 10 ബാഗ് സിമെൻ്റ് ആണ്, അതിനൊരു ക്യാരിയർ ഉള്ളൂ. ആ ഒരു ക്യാരിയർ തന്നെ നമ്മൾ 10 ചാക്കും കൂടെ ലോഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ക്യാരിയർ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മുടെ ഈ ബഫറും കേസും ഇത് തന്നെയാണ്. കാരണം ബഫറിൽ ഒരു താങ്ങാവുന്ന ഒരു ഡാറ്റയുടെ ഒരു എമൗണ്ട് ഉണ്ട്, അത് കഴിഞ്ഞാൽ ബഫറും ഫെയിൽ ആവും. ഇപ്പോൾ നിങ്ങൾ സാധാരണ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബഫറിൻ്റെ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു മാറ്റാനാണ് നമ്മൾ സ്ട്രീം ഉപയോഗിക്കുന്നത്. സ്ട്രീം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ബഫറിന് താങ്ങാവുന്ന ഡാറ്റ മാത്രമേ ആദ്യം കയറ്റി വിടത്തുള്ളൂ, എന്നിട്ട് അടുത്ത ബഫറിലാണ് അടുത്ത ഡാറ്റ സെൻഡ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ഒരിക്കലും ബഫർ ഫെയിൽ ആവത്തില്ല, ബഫറിന് താങ്ങാവുന്ന ലോഡേ ഇതിൽ കയറ്റി വിടത്തുള്ളൂ. ഇപ്പം ഞാൻ ഒരുപാട് ഡാറ്റ ഞാനിവിടെ ഇൻപുട്ട് ഫയൽ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചങ്ക്സ് ഡാറ്റ ഇവിടെ ക്ലിയർ കൊടുത്തു, സ്ട്രീം കൊടുത്തു. കേട്ടോ, നമുക്ക് മൊത്തം ഡാറ്റയും കൂടെ റീഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ മനസ്സിലാവും ഈ ഇതിനെ ഞാൻ ഈ കൺസോളിൽ നോക്കാം. കാരണം നമുക്ക് ഇവിടെ ഒരു ചങ്ക്സ് ഡാറ്റ കിട്ടിയിട്ടുണ്ട്, അടുത്ത ചങ്ക്സ് ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്.
അടുത്തത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോ ചങ്ക്സ് ഇത് മൊത്തത്തിൽ ഇത് വെയിറ്റ് ചെയ്യില്ല. കാരണം ഇവിടെ ഒരു ഫസ്റ്റ് ചങ്ക്സ് ഡാറ്റ ഈ കൺസോൾ കാണിച്ചിട്ട് ഇവിടെ ഫസ്റ്റ് വന്നു. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ കിട്ടി, അതിവിടെ നമ്മൾ റീഡ് ചെയ്തു. എന്നിട്ട് അടുത്തത് വന്നു, അടുത്ത ചങ്ക്സ് ഡാറ്റ വന്നു, അതിലും കുറച്ച് കാര്യങ്ങൾ കിട്ടി, അത് നമ്മളിവിടെ റീഡ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ വെയിറ്റ് ചെയ്യില്ല, ഓരോന്ന് കിട്ടുന്ന അപ്പോൾ നമ്മളിവിടെ സ്റ്റോറിയിട്ടാണ് പോകുന്നത്. മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ വെയിറ്റ് ചെയ്യുന്നില്ല. ഒന്ന് കിട്ടിയാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ കാര്യങ്ങളെല്ലാം റീഡ് ചെയ്തു, സ്ട്രീമിംഗ് വെച്ചിട്ടാണ് റീഡ് ചെയ്തു. ഇനി അടുത്ത് എന്താ വെച്ചാൽ നമ്മൾ ഈ റൈറ്റബിൾ സ്ട്രീമിനെ പറ്റി നോക്കുന്നത്. ഇപ്പോൾ റീഡബിൾ സ്ട്രീമിനെ പറ്റി നോക്കി, റൈറ്റബിൾ സ്ട്രീം അതായത് നമുക്ക് റീഡ് ചെയ്ത കാര്യം നമ്മൾ എവിടെയെങ്കിലും റൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി റൈറ്റബിൾ സ്ട്രീം equal to fs dot create write stream. ഡിയർ നെയിം, എനിക്കൊരു ഫയലോട്ട് റൈറ്റ് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം. അതിന് റൈറ്റ് ഡോട്ട് txt എന്നാണ് ഫയൽ നെയിം കൊടുത്തു. എൻകോഡിംഗ് ടൈപ്പ് UTF-8 ആണ്. റൈറ്റബിൾ സ്ട്രീം. ഇനി എനിക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഈ ചങ്ക്സ് ഡാറ്റ കിട്ടി. ഈ ചങ്ക്സ് ഡാറ്റയാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. റൈറ്റബിൾ സ്ട്രീം ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ചങ്ക്സ് ഡാറ്റ. അപ്പോൾ നോക്കാം, നമുക്ക് ആക്ച്വലി ഇവിടെ 10,628 എന്നാണ് ലാസ്റ്റ് ലൈൻ. അപ്പോൾ ഇത്രയും ലൈൻ നമുക്ക് അവിടെയും ഈ ഫയലും വേണം, അതായത് റൈറ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയലും വേണം. ഓക്കെ, ഞാനിവിടെ എല്ലാം ക്ലിയർ ചെയ്യാം. ഞാൻ തൽക്കാലം കൺസോൾ കണ്ടോ, സ്പീഡിൽ വന്ന് റൈറ്റ് ഡോട്ട് txt എടുത്ത് നോക്കാം. 10,628 ലൈൻസ് ഇവിടെ റൈറ്റ് ഡോട്ട് txt വന്നു. കാരണം ഭയങ്കര സ്പീഡായിട്ട് വർക്കായി. കാരണം ഇപ്പോൾ കിട്ടിയ ഡാറ്റ അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നു. മൊത്തത്തിൽ ഇത് വെയിറ്റ് ചെയ്യുന്നില്ല, മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. കിട്ടിയ ഡാറ്റ എന്താണോ അതിന് ആദ്യം റൈറ്റ് ചെയ്യുന്നു, പിന്നെ അടുത്ത ഡാറ്റ വരുമ്പോൾ അതിന് റൈറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ഇത് റൈറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലേ, ഈ റീഡബിൾ സ്ട്രീംസിൽ തന്നെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഇവൻ്റാണ് ഡാറ്റ എന്ന് പറഞ്ഞ ഇവൻ്റാണ് നോക്കിയത്. ഇനി അടുത്തൊരു ഇവൻ്റാണ് റീഡബിൾ സ്ട്രീംസ് ഡോട്ട് ഓൺ എറർ ഇവന്റ്. അതായത് എല്ലാ എററും സംഭവിച്ചാൽ ഈ കാൾ ബാക്ക് വർക്കാവും. CLG an error happened, please check. നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഈ ഇൻപുട്ടിനെ, ഈ ഫയലിൻ്റെ നെയിം ഞാൻ inp.txt കാരണം ഈ ഫയൽ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ എറർ അടിക്കും നോക്കാം. കണ്ടോ, an error happened, please check error, no such file directory. അതായത് ഇവിടെ ഇപ്പോൾ എറർ അടിച്ചു. അപ്പോൾ എറർ അടിച്ചപ്പോൾ ഈ ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ വർക്കായിട്ട് ഈ നമുക്ക് എറർ അവിടെ കൺസോളിൽ വന്നു. കാരണം ഇവിടെ ഒരു ഫയലില്ല, ഈ inp.txt എന്ന ഫയലില്ല, ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫയലുള്ളൂ ഡയറക്ടറി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇവൻറ്റിന് നോക്കാം. അടുത്ത ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ റീഡബിൾ സ്ട്രീം ഡോട്ട് ഓൺ എൻഡ് എന്ന് പറഞ്ഞ ഇവൻ്റാണ്. അതായത് ഇതെല്ലാം അവസാനിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നൊരു ഇവൻ്റാണിത്. അതിന് വേണ്ടി അടുത്ത കാൾ ബാക്ക് കൊടുത്തു. ഫൈനലി ഇറ്റ് എൻഡഡ്. അത് നോക്കാം, അതായത് ഈ റൈറ്റ് ഡോട്ട് txt-യിലെ എല്ലാ ഫയലും റൈറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഈ എൻഡ് എന്ന് പറഞ്ഞ കൺസോളിലൂടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ റൈറ്റ് ഡോട്ട് txt-നെ ഡിലീറ്റ് ചെയ്തു. ഇനി ഇവിടെ ക്ലിയർ കൊടുത്തു. ഇനി ഞാൻ നോഡ് റൺ ചെയ്തു. അടാ, ഫൈനലി ഇറ്റ് എൻഡഡ്. നമ്മൾ റൈറ്റ് ഡോട്ട് txt വന്നു, അതിലെല്ലാം റൈറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവസാനിച്ചപ്പോൾ നമുക്ക് ഈ എൻഡ് എന്ന് പറഞ്ഞ ഇവൻ്റ് വർക്കായിട്ട് ഫൈനലി ഇറ്റ് എൻഡഡ് എന്ന് പറഞ്ഞ കൺസോൾ കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവൻറ്റ്സിന്, മറ്റേ ഈ റീഡബിൾ സ്ട്രീമിലെ ഇവൻറ്റ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് പൈപ്പിനെ പറ്റിയാണ്. നമുക്ക് ഈ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സാധാരണ പൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പൈപ്പ് എന്ന് പറയുമ്പോൾ റീഡബിൾ സ്ട്രീമും റൈറ്റബിൾ സ്ട്രീമും തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് പൈപ്പ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് റീഡബിൾ സ്ട്രീം ഡോട്ട് പൈപ്പ് എന്ന് പറഞ്ഞിട്ട്
ഈ റൈറ്റബിൾ സ്ട്രീം എന്നാണ് കൊടുത്താൽ ഈ റീഡബിൾ സ്ട്രീമിൽ എന്താണോ റീഡ് ചെയ്തത് അത് നമ്മൾ നേരെ റൈറ്റബിൾ സ്ട്രീമിലോട്ട് റൈറ്റ് ചെയ്യും. അതാണ് സംഭവം നോക്കാം. ഞാൻ ഇതിനെ റിമൂവ് ചെയ്തിട്ട് മനസ്സിലാവും. നോട്ട് സ്ട്രീം കൊടുത്തു. സിമ്പിൾ. പൈപ്പിലൂടെ നമുക്ക് ഈ റീഡബിൾ സ്ട്രീം കിട്ടിയ ഡാറ്റാസിനെല്ലാം റൈറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, റൈറ്റബിൾ സ്ട്രീമിലോട്ട് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ട്രീമിങ്ങിലൂടെ നോക്കുന്നത്. നമുക്ക് ഈ സ്ട്രീമിംഗ് എല്ലാം ഇപ്പോൾ ഒരു അവൈലബിൾ ആയ കാര്യങ്ങളാണ്. കാരണം യൂട്യൂബിൽ നമ്മൾ സ്ട്രീമിംഗ് കാണുന്നുണ്ട്, ഒരുപാട് മ്യൂസിക്, ഇപ്പോൾ ആമസോൺ പ്രൈം മ്യൂസിക്കിലെല്ലാം സ്ട്രീമിംഗ് ഉണ്ട്. എല്ലാം ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം റിയൽ ടൈമിൽ നമുക്ക് ഡാറ്റ കിട്ടും. നമ്മൾ മൊത്തം ഡാറ്റ നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യുന്നില്ല. റിയൽ ടൈമിൽ ഡാറ്റ കിട്ടുന്ന, അതുകൊണ്ട് നമ്മുടെ ടൈം കൺസപ്ഷൻ ഭയങ്കര കുറവായിരിക്കും. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യാനും പറ്റും. റിയൽ ടൈമിൽ ഡാറ്റ കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് ഇതിനെ വ്യൂ ചെയ്യാനും ലിസൺ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ പിന്നെ മൊത്തം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ലിസൺ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി അത്രയും ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് സ്ട്രീമിങ്ങിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയതായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.